ഹലോ വേൾഡ് ചാനലിൻ്റെ ഫൈനാൻഷ്യൽ ഡിവിഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ ആദായ നികുതി നിയമങ്ങളും മറ്റ് അനുബന്ധ കാര്യങ്ങളും ലളിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫോമുകളിൽ ചില വ്യത്യാസങ്ങൾ മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് മാറ്റിയിട്ടുണ്ട്. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് നമ്മുടെ incometax.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യമായി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ യൂസർ ID, പാസ്വേഡ് എന്നിവ ഉണ്ടാക്കണം. അതുകൂടാതെ എല്ലാവരുടെയും പാൻ നമ്പർ ആകും യൂസർ ID ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അസസ്മെൻറ്റ് ഇയർ നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 2025-26 വർഷമാണ് അസസ്മെൻറ്റ് ഇയർ ആയിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം റിട്ടേൺ സമർപ്പിക്കേണ്ട ഫോം തിരഞ്ഞെടുക്കുക. ITR 1, ITR 2, ITR 3, ITR 4 എന്നിങ്ങനെ 4 ഫോമുകളിൽ ഏറ്റവും അനുയോജ്യമായ ഫോം തിരഞ്ഞെടുക്കുക എന്നാണ് പ്രധാനം. അപ്പോൾ എന്താണ് ഈ ITR 1? റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഉള്ള വ്യക്തികളിൽ 50 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവരും ശമ്പള വരുമാനം, വാടക ഇനത്തിലെ വരുമാനം, പലിശ, ദീർഘകാലം മൂലധന ലാഭം 1,25,000 രൂപയിൽ താഴെ കിട്ടിയവർക്കും കൃഷി വരുമാനം 5,000 രൂപയിൽ താഴെയുള്ളവരുമാണ് ഈ ഫോം ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി ITR 2 എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾ, പിന്നെ HUF എന്നിവരിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വരുമാനം ഇല്ലാത്തവർക്ക് ഈ ഫോം ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ ITR 1 പറഞ്ഞിരിക്കുന്ന പരിധി കഴിഞ്ഞവർ ഈ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ITR 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വരുമാനമുള്ള അവർക്കാണ് ഈ ITR 3 ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇനി ITR 4 എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗത്തിലും ഉൾപ്പെടാത്തവർ ITR 4 ആണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പ്രൊഫഷണൽ വരുമാനം ഉള്ളവർ ITR 3 അല്ലെങ്കിൽ ITR 4 ഉപയോഗിച്ച് വേണം റിട്ടേൺ ഫയൽ ചെയ്യുവാൻ. ITR ഫോം തിരഞ്ഞെടുത്താൽ റിട്ടേണിംഗ് ഫയലിംഗ് തുടങ്ങാം. റിട്ടേൺ ഫയലിംഗ് ഓൺലൈനായിട്ട് തന്നെയായിരിക്കും തുടങ്ങേണ്ടത്, അല്ലാതെ നമുക്ക് ചെയ്യാം. മറ്റ് സ്ഥാപനങ്ങളോ വ്യക്തികളോ TDS അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ 26AS എന്ന ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ITR ഫോം തിരഞ്ഞെടുത്ത് റിട്ടേൺ ഫയലിംഗ് തുടങ്ങിയാൽ ഏതാനും ഭാഗങ്ങളിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത്തരം വിവരങ്ങൾ ശരിയാണെങ്കിൽ അത് ശരിവെച്ച് മുന്നോട്ട് പോവുക. വരുമാനം, വിവിധ സെക്ഷനുകളെ നികുതി കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്ത നിക്ഷേപങ്ങളുണ്ട് എന്നിവ രേഖപ്പെടുത്തിയ ശേഷം നികുതി അടച്ചതിൻ്റെയും റെസീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, പിന്നെ തിരിച്ച് കിട്ടേണ്ട തുകയുടെ റെസീറ്റ് ഉണ്ടെങ്കിൽ അതും, എല്ലാ വിവരങ്ങളും അവിടെ നമുക്കറിയാം. ഇനിയും അടയ്ക്കാനുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നികുതി അടയ്ക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ശേഷം നൽകിയ വിവരങ്ങൾ വീണ്ടും പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആയിരിക്കണം റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഫയലിംഗ് വിജയകരമായി പൂർത്തിയാക്കിയാൽ റിട്ടേൺ വെരിഫിക്കേഷൻ ചെയ്യുക എന്ന അവസാന പടി കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ ഇത് പോസ്റ്റലായി അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആധാർ, നെറ്റ് ബാങ്കിങ് എന്നിവ ഉപയോഗിച്ച് ഈ വെരിഫിക്കേഷൻ നമുക്ക് നടത്താം. ഈ വെരിഫിക്കേഷൻ പൂർത്തിയായാൽ റിട്ടേൺ ഫയലിംഗ് പൂർത്തിയായി. റീഫണ്ട് ഉണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വരും. സോ ഇതാണ് ജനറലായിട്ട് ഒരു ആദായ നികുതി റിട്ടേൺ, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതൊക്കെ വിവരങ്ങൾ. കൃത്യമായിട്ട് നമ്മൾ ഈ ആദായ നികുതി റിട്ടേണുകളൊക്കെ ഫയൽ ചെയ്യണം. ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട തുക നമ്മൾ കൃത്യമായി അടയ്ക്കണം. അപ്പോൾ ഫൈനുകളിൽ നിന്നൊക്കെ ഒഴിവാകും. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെ സമീപിച്ചിട്ട് ഇതിൻ്റെ വിശദ വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു തരും. അവർ റിട്ടേൺ ഫയൽ ചെയ്ത് തരും. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.